ആണ് ഒരു കട്ട ഒരു കട്ട ഇവിടെ നേരത്തെ ഈ കൈവരിയൊന്നുമില്ലായിരുന്നല്ലോ. ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുന്ന സ്ഥലമല്ലേ ഈ ഹെൽത്ത് സെന്ററിന്റെ താഴെ സൈഡ്. എന്തോ സംഭവം പെട്ടെന്ന് ഒരു മാറ്റം? വെള്ളമൊക്കെ കയറി ഇറങ്ങും, ഒരു അപകടമൊക്കെ ഉള്ള ഒരു മേഖലയായിരുന്നു. അപ്പോൾ ഒരു പാർട്ടി വന്ന് അത് കമ്പിയൊക്കെ ഇട്ട് പഞ്ചായത്തല്ലേ സ്വകാര്യമായിട്ടാണോ ചെയ്തത്? അത് കൊള്ളാലോ. അതാരാ വീരൻ? അങ്ങനെയുള്ള വീരന്മാർ ഉണ്ട്, കാണും. ഇത് തന്നെ പാർട്ടി. ഒന്ന് നിന്ന് മെമ്പറെ കണ്ടല്ലായിരുന്നു. ഞാനൊരു വരുത്തനാ. പണ്ട് ഇതിലെ കൂടെ പോയപ്പം ഇവിടെതാ കൈ വരുമൊന്നുമില്ലായിരുന്നു. ആകെ ഏത് വണ്ടി വന്നാലും താഴെ വീഴുന്നായിരുന്നു. അപ്പോൾ താങ്കളാണ് വെച്ചെന്ന് പറഞ്ഞു. അല്ല, ഞാൻ യഥാർത്ഥം ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചല്ല. അപ്പം ഞാനൊരു എൻ്റെ നാട്ടിലെ ഞാൻ വെട്ടിക്കോല പഞ്ചായത്തിലാണ്. അതെ. അപ്പം തലച്ചിറ ഒരു സ്ഥലമുണ്ട്, തലച്ചിറ എന്ന് പറഞ്ഞ്. അവിടെ ഒരു തെങ്ങുംകോടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മദ്രസ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ ഇടതുകര കനാലിൻ്റെ വലിയ ഇത് കനാൽ കടന്നു പോകുന്ന അതുവഴിയാണ്. അതിൻ്റെ കൈവരി രണ്ടും തകർന്ന് കിടക്കുകയാണ്. ഒരു സൈഡിൽ തീർത്തും പോയി. അപ്പം കുട്ടികൾ അതുവഴി പോകുമ്പോൾ വലിയ അപകടം വരാനുള്ള സാധ്യത കണ്ട്. അപ്പോൾ കുട്ടികൾ സൈക്കിൾ ഓടി പോകുമ്പോഴും അതിനകത്ത് വീഴാനുള്ള സാധ്യത കണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ ഒരു കൈവരി പണിഞ്ഞു കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കൈവരി ഒരു പൊതുസേവനം കൊണ്ട് ചെന്നപ്പോൾ KIPയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ചില എനിക്കറിയാൻ കഴിഞ്ഞ മുൻ പഞ്ചായത്ത് മെമ്പർമാരും അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞിട്ട് അവിടെ ഫിറ്റ് ചെയ്യേണ്ട സമ്മതിച്ചില്ല. അത് കൊള്ളാലോ. അങ്ങനെ ഞാൻ ഈ സാധനം ലോഡുമായിട്ട് അവിടെ വരികയും ചെയ്തു. വന്നപ്പോഴാണ് അവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് അനുമതി കിട്ടിയില്ല. KIPക്കാർ പറഞ്ഞിട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ അപ്പോൾ ഇത് എൻ്റെ മുന്നിൽ KIPക്കാർ എന്താ ചെയ്യേണ്ട കാരണം വല്ലതും പറഞ്ഞത് അവിടെയുള്ള ലോക്കൽ അവിടെയുള്ള എല്ലാ പാർട്ടിയിലും പെട്ട ചില ആളുകൾ. അത് ഇതിനകത്ത് എനിക്കറിയാൻ കഴിഞ്ഞ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ പെട്ട ചില ആളുകൾ അവിടെ നേതാക്കളുണ്ട് ലോക്കലായിട്ടുള്ള. അവരുടെ വലിയ നേതാവിനെയൊക്കെ വിളിച്ചു. എനിക്കറിയാൻ കഴിഞ്ഞ MLA ആണെന്നൊക്കെയാണ്. വസ്തുത എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ ഒരു ഇടപെടൽ കാരണം അവിടെ ഒരു കാരണവശാലും അവിടെ ഒരു കൈവരി വേണ്ട. അല്ല, വരുത്തനായതുകൊണ്ട് ഒരു ചെറിയ സംശയം ചോദിക്കുക. ഈ ചെറിയൊരു കൈവരി വേണ്ടെന്ന് അവർ ഒരു MLA ഒക്കെ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യമില്ലേ? അല്ല, അത് ഈ ഞാൻ വെട്ടിക്കോല മെമ്പറായിരുന്ന ആളാണ്. ഈ ഇവരുമായിട്ടൊക്കെ പലപ്പോഴും മുൻപുള്ള കമ്മ്യൂണിക്കേഷൻ. അതെ, അതായത് അവിടെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പൊതു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ MLA ആയിട്ടൊക്കെ തർക്കിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ളതല്ല, ഈ പൊതു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട പല നിരവധി വിഷയങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വണ്ടി പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു തർക്കം ഉണ്ടായിരുന്നു. അവർ ഇടപെട്ടു എന്ന് KIP ഉദ്യോഗസ്ഥരാണ് വിളിച്ച് പറഞ്ഞത് അവിടെ ഫിറ്റ് ചെയ്യേണ്ടെന്ന്. അപ്പോൾ ഞാൻ അവിടെ ഫിറ്റ് ചെയ്യാൻ നിന്നില്ല. അവിടുന്ന് നേരെ ഒരു ലോഡ് കയറ്റി ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഞാൻ ഈ LICയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സ്റ്റാർ ഹെൽത്തിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഇത് സുഹൃത്താണ്. പുള്ളി എൻ്റെ കൂടെ ഇൻഷുറൻസ് ഉണ്ട്. ഇവിടുത്തെ നാട്ടുകാരനാണ്. ഈ മഴ സമയത്ത് ഇവിടെ മുങ്ങിക്കിടക്കും. തന്നെയല്ല ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് സെന്റർ ഉണ്ട്, അവിടെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇത് വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത, അതായത് രാത്രി കുട്ടികൾ ഉൾപ്പെടെ പോകും, സ്കൂൾ ബസ് ഉൾപ്പെടെ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അങ്ങ് തോട്ടി മറിയാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് കിടന്ന ഒരു സിറ്റുവേഷൻ കണ്ടപ്പോഴാണ് അപ്പോൾ ഈ തലച്ചിറ ഇത് വെക്കാൻ സമ്മതിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ ഈ സുഹൃത്ത് മോഹനൻ വിളിച്ച് പറഞ്ഞ്, അങ്ങനെ ഞാൻ മോഹനെ വിളിച്ച്, മോനെ ഇത് ഇവിടെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ മോഹൻ പറഞ്ഞ് നമുക്ക് ഇവിടെ ചെയ്യാം, ഇങ്ങനെ പോരുന്നാൽ മതി എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ആ ചേട്ടനും പോകും. ഇവിടെ ഇച്ചിരി ഇവിടെ ഒരു ഗ്രില്ലും കൂടെ ഇടാറുണ്ട്. കാര്യം അന്നത്തെ സാഹചര്യത്തിൽ ഇത് പറ്റിയില്ല. ഇനി പിന്നെ ചെയ്യാനായിട്ട് കുറച്ച് ഇവിടെ ഗ്രില്ലും കൂടെ ചെയ്യാം. സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പൈസ ഇട്ടേ? ഇത് എൻ്റെ കൈക്കാശ് മുടക്കി ചെയ്തത്. ഞാൻ ഇത് അവിടെ ചെന്നപ്പോൾ ഇത് തലച്ചിറ കനാലിന്റെ ഒരു സൈഡാണ് ഫുള്ള് പോയിരുന്നത്. അവിടെ ചെയ്യാൻ വേണ്ടി ഈ ഗ്രില്ല് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു കൈവരിയും കൂടെ എക്സ്ട്രാ ചെയ്യേണ്ടി വന്നു. കാര്യം കുട്ടികളൊക്കെ ഒരുപാട് നടന്നു പോകുന്നേ, പ്രത്യേകിച്ച് തീരെ കൊച്ചു കുട്ടികൾ വണ്ടി വരുമ്പം ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ ഈ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഇത് വച്ചപ്പോൾ നിങ്ങൾക്കൊരു എന്താ തോന്നുന്നത്? ഒരു പേടിയില്ലാതെ പോകാൻ തോന്നുന്നില്ലേ? ഒരു സംരക്ഷണം തോന്നുന്നില്ലേ? കുട്ടികളും ഇങ്ങനെ കടന്നു പോകും. തന്നെയല്ല, ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്, ഞാൻ മിക്കവാറും യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പം പലപ്പോഴും ഗൂഗിൾ മാപ്പ് അനുസരിച്ചാണ് പോകുന്നത്. തെറ്റിക്കഴിയുമ്പോൾ ഇതുപോലെ ബൈ റൂട്ടിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നവർക്ക് യാതൊരു സുരക്ഷയില്ല. കാര്യം പലപ്പോഴും ഈ മഴ പെയ്ത് നിറയുന്ന സമയമാണെങ്കിൽ കാറെല്ലാം വന്ന് ഇവിടെ മറിയാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ അങ്ങ് പോകും, രണ്ട് സൈഡിലും അപകടമാണ്. അതിൽ ഓപ്പോസിറ്റ് വരുന്നവർ ഡിം അടിച്ചില്ലെങ്കിൽ ബൈക്കുകാർ ഇതിനകത്ത് മറിയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബൈക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അപകടകരമായ സാഹചര്യം കണ്ടപ്പോഴാണ് ഞാൻ ഇപ്പം ഇങ്ങനൊരു ഇത് ഇവിടെ തന്നെ ചെയ്യാം
ഓക്കെ. ഒരു ഘട്ടത്തിൽ അവിടെ കൈവരി ഇല്ലായിരുന്നു. എന്തായാലും അവിടെ ഇടയ്ക്ക് ഒരു കൈവരി എനിക്ക് തോന്നുന്നു ഹെൽത്ത് സെന്റർ തന്നെ വെച്ച് അത്രയും ഒരു അല്ലേ? അതെ, അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ മൊത്തത്തിൽ ചെയ്യേണ്ടതാണ്, ഗ്രില്ല് ചെയ്യേണ്ടതാണ്. പക്ഷെ അന്ന് എൻ്റെ സാമ്പത്തികം അനുവദിക്കാത്തതുകൊണ്ട് പിന്നെ ഇവിടെയും കൂടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ പിന്നെ അതിൻ്റെ ഒരു വരുമാനം ഇതുപോലുള്ള ചില കാര്യത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ദാണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ പിന്നെ ഒരുപാട് ഫംഗ്ഷൻ നടക്കുമ്പോൾ ഈ ബലിയിടിയിലൊക്കെ ഉണ്ട്. ഇപ്പൊ ബലിയിടിയിലിന് സാധാരണ ഇവിടെ ഈ കൈവരി മുളയൊക്കെ വെച്ച് കെട്ടുക പതിവ്. അപ്പൊ ഇത്തവണ മുളയൊന്നും കെട്ടണ്ട, അവര് എന്നെ വിളിച്ച് പറഞ്ഞ് വലിയൊരു കാര്യമായി. അപ്പൊ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഒരു 10 വർഷം മുന്നേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പൊതു താല്പര്യം വെച്ച് ചെയ്തതാണ്. ഡേഞ്ചറസ് ഒരു സിറ്റുവേഷൻ കണ്ടപ്പം കുട്ടികൾ അപകടത്തിൽപ്പെടരുത്, പ്രത്യേകിച്ച് രാത്രി യാത്രയിൽ ഗൂഗിൾ മാപ്പ് വഴി വന്ന് നേരെ ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഒരുപാട് അപകടം കണ്ടതാണ്. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിനകത്ത് പൊതുജന താല്പര്യാർത്ഥം ചെയ്തതാണ്. അതെ, പൊതുജന താല്പര്യമായിരുന്നു, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യം എന്റെ പഞ്ചായത്തല്ല, ഇത് കരവാളൂർ പഞ്ചായത്താണ്. വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. വളരെ ഡേഞ്ചർ അല്ലേ, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു. കാര്യം ഇങ്ങനൊരു പിന്നെ സംഭവം അന്ന് ഈ ഒരു കമ്പി മാത്രമേ ഉള്ളൂ, ഒരു റിബണും കെട്ടിയിട്ടുണ്ട് അന്ന്. അത് കാണാനും വേണ്ടിയില്ല, ഇവിടെ ഒരു കമ്പി മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, കാര്യം കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾ, പിന്നെ ഞാൻ തന്നെ ബൈക്കിൽ പോകുമ്പോൾ ചിലപ്പോൾ പിന്നെ ഇത് ഡിമ്മടിച്ചില്ലെങ്കിൽ അപകടം പറ്റുമല്ലോ. വളരെയധികം സന്തോഷം പരിചയപ്പെടാൻ കണ്ടുകഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇനിയും കാണാം. ഓക്കെ, നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും. നാട്ടുകാരെ ഒരിക്കലും മറക്കത്തുമില്ല. ഓക്കെ, റൈറ്റ്. വാർഡ് വിട്ട് മാറി ചെയ്യുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണാം. പഞ്ചായത്ത് മാറി. പഞ്ചായത്ത് മാറി. ഓക്കെ ഓക്കെ. അപ്പോൾ ശരി ചേട്ടാ. ഓക്കെ.